ഇന്നലെ തിരുവനന്തപുരം ജില്ലയിൽ നഗരൂർ നഗരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള വെള്ളല്ലൂർ എന്ന് പറയുന്ന സ്ഥലം, വെള്ളല്ലൂർ, അവിടെ ജവഹർ ജംഗ്ഷനിൽ വെച്ച് ഉണ്ടായ ഒരു സംഭവം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണും. നമുക്ക് മുഴുവൻ, അതായത് നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടത്. റോഡിൽ തെമ്മാടിക്കൂട്ടം അഴിഞ്ഞാടുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ, അയാളെ നടു റോഡിൽ അയാളുടെ ജീപ്പ്, പോലീസ് ജീപ്പ്, ഒരു ചുവന്ന മാരുതി ആൾട്ടോ കാർ കൊണ്ടുവന്നിട്ട് തടയുകയാണ്. നാട്ടുകാരെല്ലാം, പൊതുജന മധ്യത്തിൽ നാട്ടുകാരെല്ലാം കാണുകയാണ്. അവിടെ ഒരു ഒരു 4-5 പേര് കൂടി. ഇവന്മാരൊക്കെ DYFIക്കാരാണ്. അവരാകുമ്പോൾ പിന്നെ അവർക്ക് അധികാരം ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ചെയ്യാം. കാരണം നാട് ഭരിക്കുന്നവരല്ലേ. ഇതിനു വേണ്ടി അവർക്ക് കനിഞ്ഞ അനുഗ്രഹം കൊടുത്തേക്കല്ലേ നേതാവ്. അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് തടഞ്ഞു. അതിൽ അവന്മാരെ ഐഡൻറ്റിഫൈ ചെയ്തേക്കുന്നത് വിഷ്ണു, രതീഷ്, അതുപോലെ ഫൈസൽ എന്ന് പറയുന്ന ഒരു 3 പേരെ ആണ് പോലീസ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തത്. ബാക്കിയുണ്ട് ഏതാണ്ട് 25ഓളം, ബാക്കി ഏതാണ്ട് 9 പേർക്കെതിരെയാണ് മൊത്തം കൂടെ കേസെടുത്തേക്കുന്നത്. ഇപ്പോൾ തടഞ്ഞിട്ട് കേട്ടാൽ അറയ്ക്കുന്ന തെറിയാണ് ഈ സബ് ഇൻസ്പെക്ടറെ വിളിക്കുന്നത്. ആ ജീപ്പിൻ്റെ ഫ്രണ്ട് ഡോറ് അങ്ങോട്ട് വലിച്ചു തുറക്കുന്നു ഒരുത്തൻ. എന്നിട്ട് ആമനെ, ഞാൻ വിചാരിച്ച് ഇയാളെ അടിക്കുന്നു, ഇയാൾ വിനീത വിധേയനായിട്ടിരുന്ന ആ തെറി മുഴുവൻ കേൾക്കുകയാണ്. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? കാരണം യവന്മാർ കൂടുതൽ ആളുകളുണ്ട്, ഈ പോലീസുകാരും 3-4 പേരേ ഉള്ളൂ. അപ്പോൾ അത് പിന്നെ അവർക്ക്, അപ്പോൾ അവർ വളരെ ആ ലൊക്കാലിറ്റിയിലുള്ള ആളുകളല്ലോ യവന്മാർ, അവിടെ ഭരിക്കുന്നതാണല്ലോ ഇവരാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം, അതൊരു ഇന്നലെ 4:45 മണിക്കാണ് വൈകുന്നേരം. അതിനു മുമ്പ് 3:45 മണിയോടുകൂടി ഇവിടെ കാട്ടിയന്ത എന്ന് പറയുന്നൊരു സ്ഥലം ഇതിനടുത്താണ്. അത് കല്ലമ്പലത്തു നിന്ന് നേരെ അങ്ങോട്ട് പോകുമ്പോൾ, അതായത് ഈ നഗരൂർ ആ റോഡിൽ നിന്ന് നേരെ കയറി പോയി കഴിഞ്ഞാൽ റൈറ്റിലേക്ക് പോയാൽ ഈ കാട്ടിയന്ത ചെല്ലും. എനിക്ക് സ്ഥലങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഈ കാട്ടിച്ചന്ത എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 10-25 ആളുകൾക്ക് വീടുകളിൽ നോട്ടീസ് കൊടുക്കാൻ ചെന്നതാണ്. നോട്ടീസ് കൊടുക്കാൻ ചെന്നത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണം എന്ന് പറയാൻ, അതായത് അവർ മൊഴിയെടുക്കാനാണ്. അതിൻ്റെ കാര്യം, നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ആരോഗ്യമില്ലാതായ ഒരു സംഭവം ഉണ്ടല്ലോ. ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് അവരെ ഏതാണ്ട് കൊല്ലാൻ പോയെന്നും പറഞ്ഞ് ഇവിടെ നാട് മുഴുവൻ അങ്ങ് ബഹളമാക്കി. അത് ഇവർ തന്നെ റെഡിയാക്കി എടുത്തതാണ് ബഹളം. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഏതാണ്ട് പുതിയ യാത്ര എന്ന ഏതാണ്ട് പറയുന്ന ഒരു യാത്രയുണ്ടല്ലോ, നമ്മുടെ ഈ VD സതീശൻ നടത്തുന്ന യാത്ര. ആ യാത്രയുടെ ഈ ഫ്ലെക്സ് ബോർഡുകളെല്ലാം യുവമാർ നശിപ്പിക്കുകയാണ്. കാര്യം കിട്ടിയ അവസരം, അതായത് പുരവ് കത്തുമ്പോൾ വാഴ വെട്ടാമല്ലോ എന്ന് പറയുന്നതാണ് പരിപാടി. കാരണം ഈ യാത്ര വളരെ നവയുഗ യാത്ര, ഏതാണ്ട് ആ യാത്ര നവയുഗ യാത്ര. അപ്പോൾ ഏതായാലും എന്തോ യാത്രയാവട്ടെ, ഏതാണ്ട് ആ യാത്രയുടെ പേര് ഞാൻ പറഞ്ഞു, ഞാനിത് ശ്രദ്ധിക്കാറില്ല, പുതുയുഗ യാത്ര. അപ്പോൾ ആ യാത്ര ഒന്ന് തടസ്സപ്പെടുത്തണം. അത് നോക്കിയപ്പോൾ അത് തടയാനൊന്നും ആളില്ല, അപ്പോൾ പറ്റുന്നില്ല. ആളുകളൊക്കെ കൂടെ ഉണ്ട്, ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. അപ്പം ഇതിന് വേറെ ഒരു മാർഗം നോക്കിയത്, അപ്പോൾ ഇതിൻ്റെ ഫ്ലെക്സ് ബോർഡുകളും ഇതിൻ്റെ പരസ്യങ്ങളും എല്ലാം നശിപ്പിക്കുക എന്നുള്ളതാണ് ഇത് മുതലെടുത്തുകൊണ്ട്. കാരണം വീണ ജോർജിനെ ആക്രമിച്ചതല്ലേ. അപ്പോൾ പിന്നെ ഈ പുതിയ യാത്രയൊന്നും സതീശൻ നടത്തണ്ട. സതീശനാണ് വീണ ജോർജിനെ ആക്രമിപ്പിച്ചതെന്ന് പറയുന്ന ഒരു മന്ത്രി ഇവിടുന്ന് കിട്ടിയ വിവരം എനിക്കറിയില്ല, പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ ഏതായാലും ശരി, കൊള്ളാം, നല്ല പരിപാടിയാണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഫ്ലെക്സ് നശിപ്പിച്ചതിനെതിരെ ഏതാണ്ട് 25ഓളം പേർക്ക്, കണ്ടാലറിയാവുന്ന ആളുകളുടെ പേർക്ക് കേസെടുത്തിട്ടുണ്ട്. ആ കേസെടുത്ത ആളുകൾക്ക് നോട്ടീസ് കൊടുക്കാനാണ് പോയത്. അതായത് CRPC, ഇപ്പോഴത്തെ BNSS അനുസരിച്ച് നിർബന്ധമായിട്ട് നോട്ടീസ് കൊടുക്കണം. അത് പോലീസിൻ്റെ ജോലിയാണ്, അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണമാണ്. ഈ നോട്ടീസ് കൊടുക്കാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഇതിൽപ്പെട്ട ഒരുത്തൻ ഫൈസൽ എന്ന് പറയുന്നവനാണ് അവിടുത്തെ നേതാവ്, ആ ഭാഗത്ത് അവനാണ് അവിടെ ഭരിക്കുന്നത്. അവനെ DYFIയോ കാരനാന്ന് പറയുന്നു. ഏതായാലും വന്നിട്ട് ഇയാളെ അവിടെ ഇട്ട് ഇയാളെ തെറി വിളിക്കാനും അതിനും ഇയാളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. നിങ്ങളെന്തോ ചെയ്യുന്നേ, നിങ്ങളിവിടെ അങ്ങനെയാണോ, നിങ്ങളെന്തോ പറഞ്ഞ് നിങ്ങളെ ഇവിടെ ഇരുത്തിയേക്കുന്നത് എതിനാന്നു. അപ്പോൾ പറഞ്ഞു, നീ അല്ല എന്നെ ഇരുത്തിയേക്കുന്നത്, നീയാണോ എന്നെ ഇരുത്തിയേക്കുന്നത്? അയാൾ ചോദിച്ചു.
അത് കൊള്ളാം, നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, അതുകൊണ്ടാണ് അയാൾ ആ രീതി അന്നേരം മറുപടി പറഞ്ഞത്. നീയാണോ എന്നെ ഇരുത്തിയേക്കുന്നത്? അല്ലല്ലോ. അത് ഇനി അത് നേരെ ഇവിടെ ഇരിക്കത്തില്ല. ഇവിടെ ഇരിക്കത്തില്ല, ഞാൻ വേറെ സ്ഥലത്ത് പോയി ജോലി ചെയ്യും. 4 മണിക്ക് മുമ്പ് ഇയാളെ ഇവിടുന്ന് സ്ഥലം മാറ്റും. എന്നുവെച്ചാൽ അവനാ തീരുമാനിക്കുന്നത്. ഒരു സബ് ഇൻസ്പെക്ടർ അവിടെ വേണോ വേണ്ടയോന്നും ഇരുത്തണോ ഇല്ലയോന്നും 4 മണിക്ക് വരെ അയാൾക്ക് കൊടുത്തുള്ളൂ. ഏതായാലും 4 മണി വരെ അയാൾ ജീവിച്ചിരിക്കത്തില്ല ഉള്ളെന്ന് പറഞ്ഞില്ലല്ലോ. അയാൾ ആ പ്രതികരിച്ചേണ്ടല്ലോ. അയാൾ നല്ല രീതിയിൽ അയാൾ സംസാരിച്ച SI അന്തസ്സായിട്ടാണ് സംസാരിച്ചത്. അൻസാർ എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടറാണ്. ഏതായാലും ഈ സംഭവം ഉണ്ടായി. ഇത് കഴിഞ്ഞു അവർ നോട്ടീസ് കൊടുക്കാൻ നോക്കി. നോട്ടീസ് കൊടുക്കാൻ ചെന്നാൽ നിയമപരമായിട്ടുള്ള കാര്യമാണ് ചെയ്തത്. അതിനെന്തിനാ വഴക്കുണ്ടാക്കുന്ന? യവന്മാർക്ക് നിയമമൊന്നും പ്രശ്നമല്ലല്ലോ. അവിടെ ചെന്നാണ് പ്രശ്നം. എന്തിനു വീട്ടിൽ വന്നു എന്നുള്ളതാണ് ചോദിച്ചത്. വീട്ടിൽ വന്നത് നോട്ടീസ് കൊടുക്കാനാണ്, അല്ലാതെ യവന്മാർ അങ്ങോട്ട് ചെല്ലുമോ? യുവമാർ ഒന്നീ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണം, അല്ലെങ്കിൽ പോലീസ് ഒന്ന് പിടിച്ചോണ്ട് പോകണം, അതല്ലെങ്കിൽ നോട്ടീസ് കൊടുക്കണം. പിടിച്ചോണ്ട് പോകുന്നത് തെറ്റായതുകൊണ്ടാണ് നോട്ടീസ് കൊടുക്കാൻ വന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഈ അൻസാറിനും മനസ്സിലായി ഇത് യവന്മാർ കൂടെ വന്ന് എങ്ങനെയായാലും ഉപദ്രവിക്കാൻ വരും. കാരണം ഇത് യവന്മാർ വലിയ പുള്ളികളല്ലേ. അപ്പോൾ അയാൾ പറഞ്ഞു കൊടുത്തു, അയാൾ കൂടെ ഉള്ളവരടുത്ത് പറഞ്ഞു, ഇതിൻ്റെ വീഡിയോ എടുത്തേക്കണം, യവന്മാർ നമ്മളെ ശല്യം ചെയ്യാൻ വരും എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു വന്നപ്പോഴാണ് ഈ വെള്ളല്ലൂർ, ഈ വെള്ളല്ലൂർ ആ ജംഗ്ഷനിൽ നഗരൂരിലെ വെള്ളല്ലൂർ അവിടെ ജവഹർ ജംഗ്ഷനിലെത്തിയപ്പോൾ ഈ കൊണ്ടുവന്ന് ഒരു കാർ കൊണ്ടുവന്ന് അങ്ങോട്ട് കുറുക്കെ അങ്ങോട്ട് നിർത്തി. റോഡിലൊരു സബ് ഇൻസ്പെക്ടർ പോലീസ് വെഹിക്കിളാണ് തടയുന്നത്. തടഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് തെറിയ അഭിഷേകം എന്ന് പറഞ്ഞാൽ ഈ കേട്ടാലറിക്കുന്ന തെറിയാ മുഴുവൻ വിളിക്കുന്നത്. അത് ഒരുപാട് തെറി വിളിച്ചു. അയാൾ അനങ്ങാതെ കേട്ടോണ്ടിരുന്നു. പക്ഷേ ഈ വിളിക്കുമ്പോഴും ഇയാളെ അടിക്കാൻ വരുമ്പോഴും ഒക്കെ അയാൾ അനങ്ങാതിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉമ്മർക്ക് അറിയത്തില്ല. ഏതായാലും നല്ലതായിട്ട് ആ വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്തു. അതുകൊണ്ട് നാട്ടുകാർ മുഴുവൻ കണ്ടു. ഇനി ഞാൻ പറയാൻ പോകുന്ന ഇതല്ല, കാരണം ഇപ്പം നമ്മളൊന്ന് നോക്കിക്കോളൂ. നമ്മൾ നേരത്തെ മുമ്പ് മാതൃകാപരമായ രക്ഷാപ്രവർത്തനം കണ്ടു. യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടി കാണിക്കാനായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയെയൊക്കെ നവകേരള യാത്രയ്ക്ക് കൊടി കാണിക്കാനായിട്ട് വന്നപ്പോൾ, കരിങ്കൊടി കാണിക്കാൻ വന്നപ്പോൾ അവരെ ചെടിച്ചട്ടി കൊണ്ട് തലയിലൊക്കെ അടിച്ച് രക്ഷാപ്രവർത്തനം നടത്തി. അതേപോലെ തന്നെ കനാരി തള്ളിയിട്ട് അടിച്ച് അവിടെയും രക്ഷാപ്രവർത്തനം നടത്തി. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പോയിട്ട് അവിടെ വഴിയിലിട്ട് അടിച്ച് രക്ഷാപ്രവർത്തനം നടത്തി. ഇതൊക്കെ മാതൃകാപരമായ രക്ഷാപ്രവർത്തനമാണെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി എന്താ പറയുന്നത്? ഇത് ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ കാഴ്ച ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കണ്ണിന് തിമിരം ബാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കാണണം. കണ്ടിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ, നിങ്ങളുടെ കീഴിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അയാളെ കൃത്യനിർവഹണം നടത്തിയ ഒരൊറ്റ കാരണം കൊണ്ട് അയാളെ ഇതുപോലെ റോഡിൽ തടഞ്ഞു നിർത്തുക, അയാളെ തന്തയ്ക്ക് വിളിക്കുക, അതുപോലെ തന്നെ അയാളെ തെറി എന്ന് പറഞ്ഞാൽ തെറിയാണ് വിളിക്കുന്നത്. അത് യവന്മാരെ സംസ്കാരമാണ്. ഇങ്ങനെയുള്ളവരെ വേണം ജയിപ്പിച്ചു വിടാൻ കേട്ടോ. നാട്ടുകാരിത് കാണണം. ഏതായാലും നല്ലതാണ് ഈ കണ്ടത്. കാരണം ഇത് ഇവന്മാരെ തന്നെ ഇതുപോലെ, കാരണം ഈ നാട് ഭരിക്കുന്ന യവന്മാരാണ്. ബംഗാളിലെ യവന്മാരെ അങ്ങോട്ട് ഇറങ്ങിയാലുണ്ടല്ലോ, അവിടെ ഇറങ്ങാൻ ഒക്കത്തില്ലല്ലോ റോഡിൽ. അവിടെ എത്രയോ 10-40 വർഷം ഭരിച്ച സ്ഥലമല്ലേ. അതിൻ്റെ കാരണം എന്താ? ഇതായിരുന്നു പരിപാടി. ഇനി ഇവിടെ 2 ടേം കഴിഞ്ഞതേ ഉള്ളൂ, 2 ടേം ആയതേ ഉള്ളൂ. ഇനി ഒരു ടേമും കൂടെ കിട്ടിയാലുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ തെരുവ് മുഴുവൻ ഭരിക്കുന്നവനൊക്കെ ആയിരിക്കും. ഈ തെരുവല്ല, ഇതൊരു ചെറിയ സ്ഥലമാണ്. നഗരൂർ എന്ന് പറഞ്ഞ വലിയ പട്ടണമൊന്നുമല്ല, എനിക്കറിയാവുന്ന സ്ഥലം തന്നെയാണ്. അത് ആ സ്ഥലത്താണ് ഇതേപോലുള്ള ഒരു പണി. റോഡിൽ പൊതുജന മധ്യത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ തെറി വിളിക്കുകയാണ്. ആ പോലീസ് സേനയ്ക്ക് എന്ത് അപമാനം ഇതുമൂലം പോലീസുകാർക്കുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അയാൾക്കുണ്ടായ മാനനഷ്ടം ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇത് ഈ പോലീസ് അസോസിയേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, അവന്മാരെടുത്തത് ഇത് ഒന്ന് പറയട്ടെ. അതിനകത്ത് ഇതിനെതിരെ ഈ SIയെ തെറി വിളിക്കാൻ ആളുകൾ കാണും. അങ്ങനല്ലേ സംഭവിച്ചേക്കുന്നത്? ഒരു പോലീസുകാരനെ ഒരു മാളിൽ എടുത്തിട്ട് അടിച്ചു SFIക്കാർ. കാരണം എന്താ? അയാളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചാണ് കാര്യം. അത് അയാളുടെ മഫ്റ്റിയിൽ അയാളുടെ ആവശ്യം പേഴ്സണലായിട്ടുള്ള കാര്യത്തിന് അയാൾ മാളിൽ വന്നതാണ്. അതിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ? ആ പോലീസുകാരൻ എന്താണെന്നറിയോ? ആ പോലീസുകാരനെതിരെ ജാമ്യമില്ല കേസെടുത്തു. കാരണം അയാളുടെ വള ഊരി ഇടിക്കാൻ പോയെന്ന്. എന്ന് പറഞ്ഞാൽ യവന്മാരെ അടിക്കാൻ വന്നാൽ അത് കൊണ്ടുകൊണ്ടുവന്നോണം. അത് കഷ്ടമായിപ്പോയി അയാൾ ചെയ്തത്. വലിയ തെറ്റാണ്. പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്നതിന് എല്ലാ ജനങ്ങൾക്കും അവകാശമുണ്ട്.
പക്ഷെ പോലീസുകാർക്കില്ല കേട്ടോ. അത് നിങ്ങളും തിരിച്ചറിയണം. ഇല്ലാത്ത എപ്പോഴാ? SFIക്കാരോ DYFIക്കാരോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എതിർക്കാൻ പാടില്ല. അവനെ അടിച്ചാൽ നിങ്ങൾ കൊള്ളണം, തുപ്പിയാതെ വാങ്ങണം, തുടച്ചം കളഞ്ഞാൽ മതി, ചിരിച്ചാൽ മതി. അങ്ങനെ ചെയ്യാവൂ. തെറി വിളിച്ചാൽ നിങ്ങൾ കേട്ടോണം. വിനീത വിധേയരായിട്ട് അനങ്ങാൻ പാടില്ല, അനങ്ങാതിരുന്ന് കേട്ടോണം. അതാ വിഷയമുള്ളത്. അതാണ് പോലീസ് അസോസിയേഷൻ പറയുന്നത്. അവിടെ അതിനകത്ത് 2 ഭാഗം. ഇപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് പോലീസുകാർക്കുണ്ട്. അത് പോലീസുകാർ ചിന്തിക്കേണ്ടത്, നിങ്ങളൊക്കെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആളുകളെ ഇതുപോലെ അസോസിയേഷൻ്റെ തലപ്പത്തോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ആലോചിക്കണം ഇതുപോലുള്ളത് വരുമെന്ന്. അതിൻ്റെ കൂടെ നിൽക്കരുത്. അതാ വേണ്ടത്. ഇത് പാർട്ടിയല്ല. നിങ്ങൾ പോലീസുകാരെന്ന് പറയുന്നത് പോലീസ് സേനയാണ്. അപ്പോൾ പക്ഷേ അത് അതപ്പതിച്ചു പോയി. അത് മാറിയിട്ട് ഇവിടുത്തെ കമ്മീഷണറുടെ സ്ഥലം പോലും മാറ്റം പോലും തീരുമാനിക്കുന്നത് പോലീസ് അസോസിയേഷൻ്റെ തലപ്പത്തിരിക്കുന്നവന്മാരാണ്. മുമ്പൊക്കെ എന്നെ ഒരുപാട് പ്രോഗ്രാമിന് വിളിക്കുമായിരുന്നു, പ്രസംഗിക്കാനും ഒക്കെ. ഇപ്പോൾ അവർ വിളിക്കുന്നുമില്ല, വിളിച്ചൗട്ട് ചെയ്യാൻ പോകത്തുമില്ല. കാരണം ബുദ്ധിമുട്ടാണ്. ഇതുപോലുള്ള കാര്യങ്ങളല്ലേ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇതേവരെ ഏതാനും മണിക്കൂറുകൾ മുമ്പ് വരെ ഒരുത്തനെയും ഈ ആളുകളെ തിരിച്ചറിഞ്ഞിട്ട് പോലും അതായത് പ്രിവെൻറ്റിങ് ആൻ ഓഫീസർ ഫ്രം ഡിസ്ചാർജിങ് ഈസ് ഒഫീഷ്യൽ ഡ്യൂട്ടി, അയാളെ ഒഫീഷ്യൽ ഡ്യൂട്ടി നടത്തുന്നതിൽ നിന്ന് അയാളെ തടയുകയാണ്. അപ്പോൾ അയാളെ യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെയാണ് ഇതുപോലെ പോലീസ് വെഹിക്കിൾ റോഡിൽ തടഞ്ഞു നിർത്തുകയാണ്. ആ രീതി ചെയ്തേക്കുന്നത് അത് വളരെ വലിയ ഒഫൻസാണ്. ജാമ്യം കിട്ടുന്ന ഒഫൻസല്ല. എന്നിട്ട് പോലും അവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ DGP പറയുന്നത് കേട്ടു, വളരെ ശക്തമായ ആക്ഷൻ ഉണ്ടാവും എന്നൊക്കെ ഏതാണ്ടൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് അയാളെ കൊണ്ടൊക്കുന്ന കാര്യങ്ങളൊക്കെ അയാൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, കാര്യമൊന്നുമില്ല. ഏതായാലും ഇപ്പോൾ 2 പേരെ ഇതിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ട് അറിയുന്നു. ഇനി ബാക്കിയുള്ള ഈ 9 പേരിൽ ബാക്കിയുള്ള 7 പേരുണ്ട്. യവന്മാരെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. മിക്കവാറും സാധ്യത കുറവാണ്. ഏമാൻ വിളിച്ച് പറയും, അനങ്ങണ്ട, മര്യാദയ്ക്ക് ഇരുന്നോണം, ചീത്ത വിളിച്ചാൽ കേട്ടോണം, അടികൊണ്ട നീയൊക്കെ കൊണ്ടോണം, അടിച്ചാൽ എന്ന് പറയും. നിങ്ങൾ കൊള്ളണം, സർവീസ് ഇരിക്കല്ലേ, വേറെ മാർഗമില്ലല്ലോ. ജനങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കണം. അതാണ് കാണേണ്ടത്.